നമ്മൾ ഇന്ന് തുടങ്ങുന്നത് കണ്ടതുപോലെ തന്നെ ഈ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ് കേട്ടോ. കറണ്ട് അഫയേഴ്സിന്റെ വിഷൻ മന്ത്ലി ബേസ് ചെയ്ത് നമ്മുടെ ക്ലാസ് എടുക്കുന്നത് അറിയുന്നതായിരിക്കും. അതിൽ നമ്മൾ കഴിഞ്ഞ വീക്ക് കഴിഞ്ഞ സാറ്റർഡേ സോറി കഴിഞ്ഞ ഫ്രൈഡേ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിരുന്നു, അതിന്റെ ഒരു ഭാഗം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിന്റെ ബാക്കിയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കാണണം കേട്ടോ. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി, പ്രശ്നമില്ല. ഞാൻ എന്ത് ചെയ്യാം, ഇത് കഴിഞ്ഞ അതിന്റെ ലിങ്ക് നിങ്ങൾ ഗ്രൂപ്പിൽ അയക്കാം. കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ. ഓക്കെ, ശ്രദ്ധിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവർക്ക് ഓഡിബിൾ ആണല്ലോ അല്ലേ? പ്രശ്നമില്ലല്ലോ. ഇന്നലെ ഇരുന്ന് ക്ലാസ് വേണ്ടിയിരുന്നത്, ഇന്നലെ ചില വിഷയമുള്ളതാണ് നമ്മൾ ഇന്നത്തേക്ക് ആക്കിയത്. ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിന്റെ റെക്കോർഡിംഗ് കണ്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. കേൾക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടോ റേഞ്ച് ഇഷ്യൂസ് എന്തെങ്കിലും വരികയാണെങ്കിൽ പറയും വേണേ. ശരി, ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ട് മെസ്സേജ് കണ്ടു, എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് നിങ്ങൾ അറിയുന്നതാണ്. ഒന്നാമത്തെ പാർട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ദിവസം അല്ലെ, അഥവാ പൊളിറ്റി. പൊളിറ്റിന്റെ നിങ്ങൾക്ക് വായിക്കുന്നുണ്ടാവും. ഞാൻ ഓൾറെഡി ഈ ടോപ്പിക്കുകളൊക്കെ വായിച്ചു വരാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിരുന്നു. വായിച്ചിട്ടുണ്ടാവുന്ന കരുതാണ്. വായിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പിന്നെ ഓരോ ദിവസവും ക്ലാസ്സിന് മുന്നേറ്റം അത് വായിക്കാൻ ശ്രമിച്ചാൽ നന്നാവും കേട്ടോ. ക്ലാസ്സിലേക്ക് വരുന്ന മുന്നേറ്റം എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ വായിച്ചു തുടങ്ങാം. ഡെയിലി ഒരു 5 10 പേജ് വെച്ചിട്ട്, 5 പേജെങ്കിലും മിനിമം വെച്ച് പോട്ടെ. അതിൽ കൂടുതൽ വായിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, എല്ലാ ആളുകളും മിനിമം 5 പേജസ് വെച്ച് എന്ത് ചെയ്യാം, വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, ഓൾറെഡി സൊല്യൂഷൻ നമ്മുടെ ജൂണിലാണ്. പ്രശ്നമില്ലേ? ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ. ശരി, അപ്പൊ നമ്മൾ ഓൾറെഡി പൊളിറ്റി ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത്, പൊളിറ്റി ടോപ്പിക്കാണ് നമ്മൾ ഓക്കെ. അപ്പൊ അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് പൊളിറ്റി ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. ഓരോരോ ഇതുണ്ടോ ടോപ്പിക് വൈസ് ആയിട്ടാണ് ഇതിൽ കാണാൻ പറ്റുന്നത് അല്ലെ. പൊളിറ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് ജൻ യോജന അഭിയാൻ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ പ്രീ ലീഗൽ എയ്ഡ് പറഞ്ഞു, റൈറ്റ് ഇൻഫർമേഷൻ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് ന്യൂസുകൾ, പിന്നെ ബാക്കിയുള്ള ഷോർട്ട് ന്യൂസുകൾ പറഞ്ഞു. ഇന്ന് നമുക്ക് പോകുന്ന ഇന്റർനാഷണൽ റിലേഷൻ ആണ്. ഇന്ത്യ ഓരോ രാജ്യങ്ങളുടെ റിലേഷൻസ് ആണ് IR പഠിക്കാനുള്ളത്, GS2 പഠിക്കാനുള്ളതാണ്. ഇന്ത്യ ചൈന റിലേഷൻ പഠിക്കാനുണ്ട്, ഇന്ത്യ മാലിദ്വീപ്സ്, ഇന്ത്യ കാനഡ റിലേഷൻഷിപ്പ്, ആസിയാന്, ബ്രിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ന്യൂസിലുള്ളത്. കുറച്ച് പിന്നെ ഷോർട്ട് ന്യൂസുകളും കാര്യങ്ങളും ഉണ്ട്. ഈ IR നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. GS2 വരുന്നത്, ഇന്റർനാഷണൽ റിലേഷൻ എന്നുള്ള പത്രികയായിട്ട്. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതൊക്കെ വ്യത്യസ്ത രാജ്യങ്ങളോ അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന വേൾഡിൽ നടക്കുന്ന ഓർഗനൈസേഷൻസോ ഇവന്റുകളോ എന്ത് സംഭവങ്ങൾ ഉണ്ടാവട്ടെ, ഇന്റർനാഷണലി നടക്കുന്ന എല്ലാ സംഗതികളും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്ത്യൻ അത് ഏതെങ്കിലും രൂപത്തിൽ ബാധിക്കുന്നതാണെങ്കിൽ നമുക്ക് എന്താണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതാണ് IR പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ ബാക്കി ടോപ്പിക്കിലേക്ക് പോവാം. ഒന്ന് ഇന്ത്യ ചൈന റിലേഷൻ ആണ് ഇതിൽ പറയുന്നത്. എന്താണ് ന്യൂസിലാൻഡ് ഇന്ത്യ ചൈന അഗ്രിമെന്റ് ഓൺ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, LACയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ് ഇന്ത്യ ചൈനയും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്, പിന്നെ ഇന്ത്യ ചൈന എന്ത് ചെയ്യുന്നുണ്ട്, റീസെന്റ് അഗ്രി ചെയ്തിട്ടുണ്ട് ഫോർ ദ ഡിസ്എൻഗേജ്മെന്റ്. ഓക്കെ, അപ്പൊ പെട്രോളിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അവിടെ നടക്കാൻ വേണ്ടി കേട്ടോ. ഡെപ്സാങ് പ്ലെയിൻസിലും ഡംചോക്കിലൊക്കെ എന്ത് ചെയ്യണം, ഏരിയാസിലൊക്കെ എന്ത് ചെയ്യാൻ വീണ്ടും പെട്രോളിംഗ് നടക്കാം നമ്മൾ അഗ്രിമെന്റിലായിട്ടുണ്ട്. അലോങ് ദ ലൈൻ ഓഫ് ദി ആക്ച്വൽ കൺട്രോൾ, LAC. ഓക്കെ, അത് ഓൾറെഡി അവിടെ ചില ടെൻഷൻസ് ഉണ്ടായിരുന്നു 2020 മുതൽ. അപ്പൊ അതിന്റെ ഒരു ചർച്ചകൾക്ക് നടന്ന് തീരുമാനമായ ഒരു സംഗതിയാണ്. അതാണ് നമുക്ക് അതിൽ നോക്കാനുള്ളത്. പിന്നെ ഇതിൽ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഈ ന്യൂസിനെ കുറിച്ച് കേട്ടോ, ജസ്റ്റ് ഇന്ത്യ ചൈന റിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്.
ഓൾറെഡി അവിടെ തന്നെ ടെൻഷൻ വന്നപ്പോൾ UPSC ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം ഉണ്ടായതാണ്. ഓക്കെ, അപ്പൊ ഈ കറന്റ് അഗ്രിമെന്റ് പ്രകാരം ഇന്ത്യൻ ചൈനീസ് സോൾജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പെട്രോളിംഗിലേക്ക് പോയിട്ടുണ്ട്. വീണ്ടും അവിടെ ചില പെട്രോളിംഗ് നടക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ചില പരസ്പരം വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ന്യൂസ് കണ്ടതായിരിക്കും അല്ലെ. സോ മുമ്പുള്ളതുപോലെ തന്നെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് സ്റ്റെപ്പാണ് 3 സ്റ്റെപ്പ് പ്രോസസിന്റെ ഭാഗമായിട്ട് ഡിസെൻഗേജ്മെന്റ്, ഡി എസ്കലേഷൻ, ഡി ഇൻഡക്ഷൻ ഓഫ് ദി ഗോഗ്ര. ഓക്കെ, നോർത്ത് ആൻഡ് സൗത്ത് ബാങ്ക് ഓഫ് ദി പാങ്കോങ്സോന്റെ അവിടെ ഓൾറെഡി ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോ സോറി, അതുപോലെ തന്നെ ഡി ഇൻഡക്ഷൻ ഓഫ് ദി ട്രൂപ്സ്. ഈ 3 കാര്യങ്ങൾ ഇന്ത്യ ചൈന ബോർഡേഴ്സിൽ അതിന്റെ 3 ഇതായിട്ട് ഡിസെൻഗേജ് ചെയ്യുക, ഡി എസ്കലേഷൻ, ഡി ഇൻഡക്ഷൻ ഓഫ് ദി ട്രൂപ്സ്. അപ്പൊ അവിടെ ഓൾറെഡി ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി, ട്രൂപ്സ് ഒക്കെ വന്ന് നിങ്ങൾ ന്യൂസ് പലപ്പോഴും കണ്ടതായിരിക്കും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു അഗ്രിമെന്റും കൂടിയാണ് നടക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിഗ്നിഫിക്കന്റ് കാരണം എന്താ പറയുന്നത്, സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഏകദേശം 30 കിലോമീറ്റർ ഓഫ് ദി സൗത്ത് ഈസ്റ്റ് ഓഫ് ദി ദൗലത്ത് ബാങ്ക്, കാരക്കോറം പാസിന്റെ അടുത്താണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഇഷ്യൂസ് ചില മിലിറ്ററി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് അതൊക്കെ ഒരു സൊല്യൂഷൻ ആവുക എന്നുള്ളത് നമുക്ക് എന്താണ് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ജസ്റ്റ് അത് അറിഞ്ഞിരിക്കുക, ആ ന്യൂസുമായി ബന്ധപ്പെട്ടതാണ് പറഞ്ഞത്. പിന്നെ 2020 നമ്മൾ ചെറിയ ഇഷ്യൂസ് അന്നുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ മാപ്പ് ബേസ്ഡ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ചില സോൾജേഴ്സ്, ചൈനീസ് സോൾജേഴ്സ് ഇങ്ങോട്ട് കയറി വരുന്നതും, ഈ പാങ്കോങ്സോ ലഡാക്ക് ലേക്ക് ഒന്ന് നോക്കി വെക്കണേ. പിന്നെ അതുപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിലും ഇന്ത്യൻ ചൈനയും ബോർഡർ ഉണ്ടാവുന്ന എപ്പോഴും ഇഷ്യൂ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് നാക്കുലയിലും, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കെൽവാൻ, ലഡാക്കിലൊക്കെ ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇന്ത്യയും ഇതുണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേരും ട്രൂപ്സും കാര്യങ്ങളൊക്കെ അവിടെ വന്നിരുന്നു കേട്ടോ. അതിന് തുടർച്ചയെന്നോടാണ് ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ന്യൂസിലൊക്കെ വിശദമായിട്ടുണ്ടായതാണ്. അപ്പൊ അതിന്റെ ഒരു നമ്മൾ ചർച്ചയിലൂടെ ഒരു പരിഹാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യ ചൈന ബോർഡർ വെസ്റ്റേൺ സെക്ടർ നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ കയ്യിലുള്ള ഇതാണ് ഇന്ത്യ എന്ന് പറയുന്നതെങ്കിൽ കൂടിയും കുറച്ച് ഏരിയയിലേക്ക് അവർ ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. ഇതാണ് ഇവിടെയാണ് പാങ്കോങ്സോ ലേക്ക് ഉള്ളത്. ഓക്കെ, പിന്നെ ഇത് LOC, ഇവിടെ LOC, ഇവിടെ LAC. ഇന്ത്യ പാകിസ്ഥാനായിട്ടുള്ള ബോർഡറാണ് LOC, ലൈൻ ഓഫ് കൺട്രോൾ. ഓക്കെ, ഇത് POK ആണ്, പാക് ഒക്യുപൈഡ് കാശ്മീർ ആണ് കേട്ടോ. ഇത് നമ്മുടെ കയ്യിലല്ല ഉള്ളത്, ഇന്ത്യനാണെങ്കിൽ കൂടി ഇന്ത്യയുടെ കയ്യിലല്ല ഉള്ളത്, വേറെ വിഷയം. ഇത് LAC എന്ന് പറയുന്ന ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, അത് ചൈന ആയിട്ടുള്ള ബോർഡർ ആണ്. ഓക്കെ, എക്സൈജിന്റെ ഇവിടെ ഉണ്ട്, ചൈന പിടിച്ചെടുത്ത് കയ്യിൽ വെച്ചതാണ് കേട്ടോ. പാങ്കോങ്സോ ലേക്ക് കുറച്ച് ഇന്ത്യയിലും കുറച്ച് ചൈനയിലും കൂടിയാണ്. ഓക്കെ, അങ്ങനെയാണ് ഇപ്പൊ കിടക്കുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ നോക്കിക്കണേ, സിയാച്ചിൻ ഗ്ലേഷ്യർ ഇവിടെ ഉള്ളത്, അതുപോലെ തന്നെ ഗിൽജിത് ബാലിസ്ഥാൻ, അക്സായ് ചിന്ന് ചൈനയുടെ കയ്യിലുമാണ്, പാകിസ്ഥാന്റെ കയ്യിലുമാണ്. ഗിൽജിത് ബാലിസ്ഥാൻ ഉള്ളത് പാകിസ്ഥാന്റെ കയ്യിലും, ഇത് മറ്റേത് ആക്ച്വലി നമ്മുടെ കയ്യിൽ ഇത്ര ഉള്ളൂ ഇപ്പൊ കയ്യിലുള്ളത് ഈ കാണുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ മാപ്പിൽ ഇത്ര ഉണ്ടാവും, നമ്മളിതാണ്. പക്ഷെ ഒരു കൈയടക്കി വെച്ചതാണ് ചൈന പാകിസ്ഥാനൊക്കെ ആയിട്ട് കുറച്ച്. പിന്നെ അവിടെ ആൾതാമസമൊക്കെ കുറവാണ്, പക്ഷെ എങ്കിൽ കൂടി നമുക്ക് സ്ട്രാറ്റജിക്കലി ഇത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളത് ഇമ്പോർട്ടന്റ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഇതൊക്കെ നോക്കി വെക്കണേ. ജമ്മു കാശ്മീർ, ശ്രീനഗറിന്റെ അടുത്തുള്ളത്, കാർഗിൽ ഇവിടെ ഉള്ളത്, ലേ ഇവിടെ ഉള്ളത്, പാങ്കോങ്സോ ലേക്ക് ഇവിടെ ഉള്ളത്, ടിബറ്റ് ഇതാ, ഡംചോക്ക് ഉണ്ട്. ഓക്കെ, നോക്കി വെക്കണം. ദൗലത്ത് ബേഗ് ഓൾജി ഉള്ളത് ഇവിടെയാണ്, സ്പാങ് പ്ലെയിൻ ഉള്ളത് ഇവിടെയാണ്, സിയാച്ചിൻ ഗ്ലേഷ്യർ. ഇതൊക്കെ മാപ്പൊക്കെ നോക്കി വെക്കണേ. മാപ്പ് ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും. ഇന്റർനാഷണൽ റിലേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതി ഒന്ന് മാപ്പ് തന്നെയാണ്. മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, ഒരു വർഷം നമുക്ക് കാണുന്നതാണ്. ഇന്ത്യ ചൈന ബോർഡർ ഡിസ്പ്യൂട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 3488 കിലോമീറ്റർ നമ്മൾ ഇന്ത്യ ചൈന ബോർഡർ ഉണ്ട്. ഓക്കെ, പിന്നെ ക്ലിയർലി ഡിമാർക്കേറ്റഡ് അല്ല എന്ന് അറിഞ്ഞിരിക്കുക. മ്യൂച്വലി അഗ്രീഡ് ഒന്നായിട്ടുള്ള ഇല്ല കേട്ടോ. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് LAC ചില നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ LAC വരുന്നത് 1962 ഇന്ത്യ ചൈന വാറിന് ശേഷം
ഓക്കെ, നമ്മൾ ആ ഒരു കുറച്ച് ഏരിയ ഒക്കെ ഇന്ത്യന്റെ ചൈന പിടിച്ചെടുക്കുക അറിയുന്നതായിരിക്കുമല്ലോ. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു ബോർഡർ ഡിമാർക്കേറ്റ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ഇന്ത്യൻ കൺട്രോൾ ടെറിട്ടറിയും ചൈനീസ് കൺട്രോൾ ടെറിട്ടറിയും എന്ന് പറയുന്നത് LAC. ഓക്കെ, അതെന്ന് പറയുന്നത് LAC എന്ന് പറയുന്നത് 3453 കിലോമീറ്റർ ആണ്. ചൈന കൺസിഡർ ചെയ്യുന്ന 2000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പൊ ഇഷ്യൂസ് ഉണ്ട്. നമ്മളത് പൂർണ്ണമായിട്ട് അങ്ങനെ അംഗീകരിച്ചിട്ടില്ല രണ്ടുപേരും. നമ്മളൊരു വാദവും മറ്റൊരു വാദവും വെക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് സെക്ടേഴ്സിലായിട്ട് നമുക്ക് ഇന്ത്യ ചൈന ബൗണ്ടറി കാണാൻ പറ്റും. ഓക്കെ, ഇൻറ്റു 3 സെക്ടേഴ്സ്. ഒന്ന് വെസ്റ്റേൺ സെക്ടർ, ലഡാക്കിന്റെ ഏരിയയിൽ വരുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടല്ലേ വെസ്റ്റേൺ, ഈ ഏരിയയിൽ കിടക്കുന്ന ഒരു സെക്ടറാണ് വെസ്റ്റേൺ. ഇന്ത്യ ചൈന പല സ്ഥലങ്ങളും, പിന്നെ നേപ്പാൾ കഴിഞ്ഞാൽ പിന്നെയും ചൈന വരുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ നിന്ന് വെസ്റ്റേൺ സെക്ടർ ലഡാക്കിന്റെ അവിടെയാണ് ബൗണ്ടറി ഡിസ്പ്യൂട്ട് അവിടെ ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ് ഏരിയയിലായിട്ടാണ്? പിന്നെ ഇവിടെ ജോൺസൺ ലൈൻ ആണ്, ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ച ജോൺസൺ ലൈൻ ഉണ്ട് 1860. അതുപോലെ തന്നെ അക്സൈ ചിൻ എന്ത് ചെയ്യുന്നുണ്ട്, ജമ്മു കാശ്മീരിന്റെ കയ്യിലായിട്ടാണ് ആ സമയത്ത് പറയുന്നത്. ഓക്കെ, അതേസമയത്ത് ചൈന എന്ത് ചെയ്യുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല ജോൺസൺ ലൈൻ. അവര് പറയുന്നത് വെച്ചാല് മക്ഡൊണാൾഡ് ലൈൻ ആണ് പറയുന്നത്. 890 അത്. അക്സൈജിന ചൈനയുടെ കൺട്രോളാണ്. അപ്പൊ അതാണ് അവിടുത്തെ ഒരു വിഷയം. ഓക്കെ, രണ്ട് ലൈൻ, ജോൺസൺ ലൈനും അതുപോലെ തന്നെ മക്ഡൊണാൾഡും. അപ്പൊ ഈ ജോൺസൺ അത് അറിഞ്ഞിരിക്കുക. ജോൺസൺ ലൈൻ പ്രകാരം സിയാച്ചിൻ ഏരിയ അക്സൈജിൻ ആരുടെ കയ്യിലാണ്? ഇന്ത്യന്റെ കയ്യിലാണ്. മക്ഡൊണാൾഡ് പ്രകാരം ചൈനയുടെ കയ്യിലാണ്. നമ്മള് ആ ഇന്ത്യയുടെ കയ്യിൽ എക്സൈജിൻ നിൽക്കുന്ന വാദമാണ് അംഗീകരിക്കുന്നത്, ജോൺസൺ ലൈനാണ് അംഗീകരിക്കുന്നതെങ്കിൽ ചൈന അംഗീകരിക്കുന്നത് മക്ഡൊണാൾഡ് ലൈനാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. ഫസ്റ്റ് ഒന്ന് 860 മറ്റേത് 890 കേട്ടോ. വിഷയങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കി പോയത് തന്നെയാണല്ലോ അവിടെ. വേറെ വിഷയം പാകിസ്ഥാനായാലും. ഇന്ത്യ ചൈന ബോർഡർ ഇഷ്യൂസ് വരാനുള്ള ഒരു കാരണം അതാണ്. വെസ്റ്റേൺ സെക്ടറിൽ ഈ രണ്ട് അഗ്രിമെന്റ് പ്രകാരം ഉണ്ടാവുന്നത്. രണ്ടാമതായിട്ട് മിഡിൽ സെക്ടർ ആണ്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് ആ ഏരിയയിലും ചൈനയുള്ള ബോർഡർ ചെയ്യുന്നത്. ഇത് വെസ്റ്റേൺ, ഇത് മിഡിൽ. ഹിമാചലും ഉത്തരാഖണ്ഡും വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഡിസ്പ്യൂട്ടഡ് ഏരിയയാണ്. ഓക്കെ, ഇന്ത്യ ചൈന നോക്കുകയാണെങ്കിൽ. ഓക്കെ, പൊതുവെ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിലും ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അത്ര ഫേമസ് അല്ല. പിന്നെ ഈസ്റ്റേൺ സെക്ടർ ആണ്. അരുണാചൽ പ്രദേശും സിക്കിമിനും അവിടെ നമ്മൾ ഇഷ്യൂ ഉണ്ടാവുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, ഡിസ്പ്യൂട്ട് ബൗണ്ടറി ആണ്. അവിടെ മക്മോഹൻ ലൈനിന്റെ, അരുണാചൽ പ്രദേശിൽ മക്മോഹൻ ലൈനിന്റെ അവിടെയും. ഓക്കെ, പിന്നെ 1914 ഷിംല കൺവെൻഷൻ പ്രകാരമാണ് ചെയ്യുന്നത്. ഇന്ത്യ, ബ്രിട്ടീഷും ചൈനയും ടിബറ്റ് എല്ലാവരും കൂടി തീരുമാനിച്ചതാണ് കേട്ടോ. ഈ സമയത്ത് ചൈന എന്ത് ചെയ്യുന്നുണ്ട്, മക്മോഹൻ ലൈനി റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അവർ അരുണാചൽ പ്രദേശ് അവരുടെ ഭാഗമായിട്ടാണ് പറയുന്നത്. അരുണാചൽ പ്രദേശ് മൊത്തം ടിബറ്റിന്റെ ഭാഗമായിട്ടാണ് അവർ പറയുന്നത്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ടൈസ് ആണ് അവർ പറയുന്നത്. തവാങ് മൊണാസ്റ്ററിയും ടിബറ്റിൽ അസം മൊണാസ്റ്ററി ആയിട്ടൊക്കെ ഉണ്ടായിരുന്നത് അരുണാചൽ പ്രദേശിന്റെ കീഴിലാണ്. അതുകൊണ്ട് അതൊന്നും അവരുടെ കീഴിലാണെന്നുള്ള പറഞ്ഞിട്ടാണ് അവർ നിൽക്കുന്നത്. അതാണ് നമ്മൾ ഇത് ക്ലെയിം ചെയ്യാത്തത്. കൂടുതൽ ഈ എക്സൈജിനെ നമ്മളായി ക്ലെയിം ചെയ്യുമ്പോൾ ഇവര് അരുണാചൽ പ്രദേശ് ഓവർഡാവും. അപ്പൊ ആ ഇഷ്യൂസ് ഇതാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ 3 സെക്ടറിൽ നമുക്ക് ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ വെസ്റ്റേൺ, മിഡില്, ഈസ്റ്റേൺ. ഈസ്റ്റേൺ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി കേട്ടോ. ഇവിടെ ദോക്ലാമിൽ ട്രൈ ജംഗ്ഷനിലും നമ്മൾ ഇന്ത്യയും ഭൂട്ടാനും ചൈനയും ബോർഡർ ചെയ്യുന്ന ഇഷ്യൂസ് അവിടെ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ഇഷ്യൂ ഉണ്ടാവുന്ന ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. അപ്പം ഈ ഓരോ ഏരിയയിലുള്ള ചില അഗ്രിമെന്റുകൾ ബ്രിട്ടീഷ് കാലത്തുണ്ടാകുന്ന മക്മോഹൻ ലൈനും ഞാൻ നേരത്തെ പറഞ്ഞ ജോൺസൺ ഇതും അതുപോലെ തന്നെ മക്ഡൊണാൾഡും ലൈനും ഇതൊക്കെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക കേട്ടോ. നമ്മൾ അംഗീകരിക്കുന്നത്, ഏത് ബ്രിട്ടീഷുകാർ അംഗീകരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത് ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 93 മുതലൊക്കെ പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക അഗ്രിമെന്റ് ഉണ്ട്. അപ്പോൾ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ബന്ധപ്പെട്ട അഗ്രിമെന്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കോപ്പറേഷൻ, ഇന്ത്യൻ ചൈന പ്രിൻസിപ്പൾസ് ഓഫ് റിലേഷൻ ആൻഡ് കോംപ്രഹെൻസീവ് കോപ്പറേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ഡിക്ലറേഷൻ അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല ഇതായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇന്ത്യ ചൈന റിലേഷനിൽ അതിൽ കൺസേൺസ് നോക്കുകയാണെങ്കിൽ ഈ ബോർഡറിലെ മെയിൻ ഇഷ്യൂ, ഇപ്പൊ നമ്മൾ പൊതുവെ ഓരോ രാജ്യത്തിന്റെ റിലേഷൻ നോക്കുമ്പോൾ ബോർഡർ ഉള്ള രാജ്യമാണെങ്കിൽ നമ്മളുടെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഓരോ റിലേഷൻ, എക്കണോമിക് റിലേഷൻ, പൊളിറ്റിക്കൽ റിലേഷൻ, കൾച്ചറൽ റിലേഷൻ, ഹിസ്റ്റോറിക്കൽ റിലേഷൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോന്നോരോ നോക്കും. ഓക്കെ, അതിൽ മറ്റുള്ള ഏരിയാസ് ഇപ്പൊ നമ്മൾ ഇഷ്യൂസ് ഉള്ള ഒന്ന് എക്കണോമിക് ആണ്. ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്,
ഹയർ ട്രേഡ് ഡെഫിസിറ്റ് അവരായിട്ട് നേരിടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടേക്ക് ഒരുപാട് അവർ ഇമ്പോർട്ട് ചെയ്യാണ്. നമുക്ക് 85 ബില്യന്റെ ഒക്കെ എന്താണ് ട്രേഡ് ഡെഫിസിറ്റ് ചൈനയായിട്ട് നമുക്കുണ്ട്. ഓക്കെ. പിന്നെ ഇന്ത്യ പലപ്പോഴും ഡിപ്പെൻഡന്റ് ചെയ്യുന്നതാണ് സെമി കണ്ടക്ടേഴ്സിനും ഫാർമ ഇതൊക്കെ വേണ്ടിയൊക്കെ എന്ത് ചെയ്യാണ് API ഒക്കെ വേണ്ടി നമ്മൾ പലപ്പോഴും ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഹ്യൂജ് ഇമ്പോർട്ട് അവരുടെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ ചൈന പാകിസ്ഥാൻ ആക്സസ് നമുക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനെ പല രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണ്. പാകിസ്ഥാനെ ഇന്ത്യനെ പല ടെററിസം സ്റ്റേറ്റ് സ്പോൺസർ ടെററിസം ഒക്കെ എന്ത് ചെയ്യാണ് ഇന്ത്യക്കെതിരെ നടത്താറുണ്ട്. അപ്പൊ അതിലൊക്കെ പലപ്പോഴും ചൈന ഉള്ളിലൂടെ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. പിന്നെ വാട്ടർ പവർ ആണ്. ചൈന എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത് ഇന്ത്യയുടെ വാട്ടർ സപ്ലൈ പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റും. നോർത്ത് ഈസ്റ്റേൺ റീജിയനിലൊക്കെ കാരണം അവിടെ വരുന്ന ബ്രഹ്മപുത്ര റിവറും പല റിവേഴ്സും ചൈനയിൽ നിന്ന് വരുന്ന റിവേഴ്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട് അവർ അവിടെ ഡാം കിട്ടിയിട്ട് ചില ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ സ്ട്രാറ്റജിക് ബിൽഡപ്പ് നിയർ LAC എന്ത് ചെയ്യാൻ ഇപ്പൊ ചൈന ഓൾറെഡി ഒരു 400 മീറ്റർ ഹൈ ബ്രിഡ്ജ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പാങ്കോങ് ലേക്കിൽ. അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള എന്താണ് നിർമ്മാണങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട് പലപ്പോഴും ഇന്ത്യനെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അതും നമ്മൾ ആ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ സ്ട്രിംഗ് ഓഫ് പേൾസ് ചൈന എന്ത് ചെയ്യാറുണ്ട് ഇന്ത്യക്ക് ചുറ്റും പല രാജ്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ശ്രീലങ്ക, പാകിസ്ഥാൻ, മാലദ്വീപ്സ്, ബംഗ്ലാദേശ്, മ്യാൻമാർ ഇന്ത്യയുടെ ചുറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെ അവരെന്ത് ചെയ്യാണ് മിലിറ്ററി ബേസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന് പറയും. ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പിക്ചർ ഒക്കെ വെച്ച് നോക്കണേ. പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എഴുതണം. ഓക്കെ. അതിന് പകരമായിട്ട് ഏതാണ് സ്ട്രാറ്റജി വെക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് റീസെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഹമ്പൻടോട്ട് പോർട്ട് ശ്രീലങ്കയിൽ, ഗദ്വാർ പോർട്ട് പാകിസ്ഥാനിൽ, അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ ഇന്ത്യയുടെ ചുറ്റുള്ള രാജ്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യാണ് ചെറിയ അവരുടേതായ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഏരിയകൾ അവരെന്ത് ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇന്ത്യക്ക് എന്താണ് പലപ്പോഴും ഒരു വെല്ലുവിളിയാണ്. പിന്നെ അതുപോലെ തന്നെ വൺ ചൈന പോളിസി കേട്ടോ. റെക്കഗ്നിഷൻ ഓൺ വൺ ചൈന പോളിസി ചൈനന്റെ ചില സിപെക് പാസ് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിലൂടെയാണ്, പാക് ഒക്കുപൈഡ് കാശ്മീരിലൂടെയാണ്. ഓക്കെ. ഇന്ത്യന്റെ സോവറിറ്റിനെ പലപ്പോഴും ബാധിക്കുന്നതാണ്. ഓക്കെ. ഇന്ത്യ ഓൾറെഡി എന്ത് ചെയ്തിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് വൺ ചൈന പോളിസി 2003 തന്നെ എന്ത് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പലപ്പോഴും വൺ ഇന്ത്യ പോളിസി പലപ്പോഴും ഇന്ത്യന്റെ എന്താണ് സോവറിറ്റിനെ ബാധിക്കുന്ന രീതിയിൽ ബ്രിട്ടീഷ് ചൈന പലപ്പോഴും ഇടപെടാറുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വൺ ചൈന പോളിസി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താണ് ഡിപ്ലോമാറ്റിക് ഒരു ഇതാണ് അക്നോളജ്മെന്റ് ആണ്. ചൈന പൊസിഷൻ എന്താണ് ദർ ഈസ് ഓൺലി വൺ ചൈനീസ് ഗവൺമെന്റ് എന്നാണ് പറയുന്നത് ഈവൻ ദോ തായ്വാൻ. ഓക്കെ. തായ്വാൻ വേറെ തന്നെ രാജ്യമായിട്ട് പറയാറുണ്ട്, റിപ്പബ്ലിക് ഓഫ് ചൈന ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ കൂടിയും അത് തായ്വാനും ചൈനയുടെ ഭാഗമാണെന്ന് പറയുന്ന ഒരു പോളിസിയാണ് വൺ ചൈന പോളിസി. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ചൈനയായിട്ട് തമ്മിലുള്ള റിലേഷൻസിന് പിന്നെ അതുപോലെ തന്നെ നാവിഗേഷൻ, ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലൊക്കെ ചൈനയുടെ ക്ലെയിം ഒക്കെ എന്ത് ചെയ്യും സൗത്ത് ചൈന സീലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചില ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്രീഡം ഓഫ് നാവിഗേഷൻ ആൻഡ് സ്റ്റെബിലിറ്റിനൊക്കെ പലപ്പോഴും ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ബാധിക്കാറുണ്ട്. ഓക്കെ. ഇന്ത്യന്റെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട് അത് ബാധിക്കുന്നുള്ള വിഷയം അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അതറിഞ്ഞിരിക്കും. എന്തുകൊണ്ട് ചൈന എങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് ലൈൻ ഓഫ് ആക്ഷൻ കൺട്രോള് ഒന്ന് ഇന്ത്യന്റെ സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ്. ഗ്ലോബൽ ഫുഡ് പ്രിന്റ് ഒക്കെ ഇന്ത്യന്റെ ഇമ്പോർട്ടൻസ് വരുന്ന സമയത്ത് ഇന്ത്യൻ എക്കോണമി മിലിറ്ററി പവറും അങ്ങനെയൊക്കെ എല്ലാം വർദ്ധിക്കുന്ന സമയത്ത് ചൈന ഒന്ന് അതിൽ ഇടപെടും അല്ലെ. ചൈനക്ക് അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എന്റെ ഉദ്ദേശമാണല്ലോ. അപ്പൊ അത് ഇന്ത്യനെ പലപ്പോഴും സ്ട്രാറ്റജിക് ഓട്ടോണമിനെ ബാധിക്കുന്ന രീതിയിലാണ്. ഓക്കെ. അറിഞ്ഞിരിക്കാം. നമ്മുടെ പലപ്പോഴും എക്കണോമിക് ഡെവലപ്മെന്റ് ആവുക എപ്പോഴും എന്താണ് ലോ ആൻഡ് ഓർഡറും മറ്റുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളാണ്. എപ്പോഴും പ്രശ്നങ്ങളുടെ യുദ്ധങ്ങളിലെ ഭീകര ആക്രമണവും തീവ്രവാദ ആക്രമണങ്ങളുള്ള രാജ്യത്തും ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യോ ഇല്ല. അത് സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാവും. അപ്പൊ അത് പലപ്പോഴും ചൈന എന്ത് ചെയ്യാറുണ്ട് മുന്നില് ഇന്ത്യയുടെ വളർച്ച പലപ്പോഴും അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അവര് അങ്ങനെ ആക്കും. അല്ലെ അത് പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ BRI റിജക്ഷൻ ഓഫ് BRI ഇന്ത്യ നോട്ട് ഓൺലി ദ കൺട്രി സൗത്ത് ഏഷ്യ ടോപ്പ് ദ ചൈന BRI പ്രോഗ്രാം. BRI നോക്കണേ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഉണ്ട്. ചൈനയുടെ പല രാജ്യങ്ങളുടെ അവരെന്ത് ചെയ്യാണ് റോഡും ഇതൊക്കെ കെട്ടുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കണം കേട്ടോ. പിന്നെ ഇപ്പൊ ഇന്ത്യ ആസ് എ റീജിയണൽ ഡെമോക്രാറ്റിക് പവർ ആണ് അല്ലെ. മറ്റുള്ള ഇപ്പൊ ചൈന എക്കണോമിക്കലി പവർ ആയിക്കോട്ടെ, നമ്മള് ഡെമോക്രസി ഇന്ത്യയിൽ മാത്രമേ എത്ര സ്ട്രോങ് ആയിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ പലപ്പോഴും എന്ത് ചെയ്യാണ് ചൈനനെ ചൊടിപ്പിക്കുന്ന കാര്യങ്ങളാണ്.
അപ്പൊ അത് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. അത് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യന്റെ ചൈനയുടെ ഒരു പോളിസിയാണ് ഡെപ്റ്റ് ട്രാപ്പ് പോളിസി. ഒരു രാജ്യത്തിന് ഭയങ്കര കടം കൊടുക്കും, കടം തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരും. ആ രാജ്യത്തിന്റെ പല കാര്യങ്ങളും എന്ത് ചെയ്യും, പോർട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് പലപ്പോഴും എന്ത് ചെയ്യാണ്, എഴുതി കൊടുക്കേണ്ട ഒരു അവസ്ഥ പല രാജ്യങ്ങളും നേരിടുന്നുണ്ട്. അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നൈബറിംഗ് കൺട്രീസിനൊക്കെ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും കടം കൊടുക്കുന്നുണ്ട്. അവരെ ഡെപ്റ്റ് ട്രാപ്പ് പോളിസി. ഇന്ത്യൻ അയൽരാജ്യങ്ങൾ ഡെപ്റ്റ് ട്രാപ്പിൽ വരുത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഇന്ത്യക്കാണ്. ആ രാജ്യങ്ങൾ എന്ത് പറഞ്ഞാലും, ചൈന എന്ത് പറഞ്ഞാലും കേൾക്കേണ്ടി വരും. അപ്പൊ അതിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പല പ്രോഗ്രാമുകളും ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പലപ്പോഴും ചൈനക്ക് എന്ത് ചെയ്യാറുണ്ട്, എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന സംഗതിയാണ്. ഓക്കെ, ഇതൊക്കെ കൊണ്ടാണ് ചൈന എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇഷ്യൂസ് നടക്കുന്ന ഒരു കാരണം. പിന്നെ ഭൂട്ടാൻ ഫാക്ടർ ഇതാണ്. പിന്നെ ചൈന കൂടുതൽ എന്താ പറയുക, അനാൽ പ്രദേശ് കെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ it would mean that the kingdom of Bhutan would have ചൈന മാത്രമേ ഉണ്ടാവുള്ളൂ as a neighbor on the both western and eastern ബോർഡറിൽ ഉണ്ടാവാം. ഓക്കെ, അത് അവർ കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മളത് ഇതാക്കാത്ത ഒരു അവസരം കൊടുക്കുന്നത് കേട്ടോ. ചൈന ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചിരുന്നു, സ്റ്റോപ്പ് ഏരിയാസിന് ഡോക്ലാം ഭൂട്ടാനിസ് കൺട്രോൾ കുറയ്ക്കാൻ വേണ്ടി. ഓക്കെ, ചൈന ക്ലെയിം ചെയ്തിട്ട് ഭൂട്ടാൻ അതുകൊണ്ട് ഇന്ത്യനായിട്ട് നല്ല റിലേഷൻ ഉള്ള രാജ്യം കേട്ടോ, അറിഞ്ഞിരിക്കാം. ഡോക്ലാം ട്രൈ ജംഗ്ഷൻ ഇന്ത്യന്റെയും ആ ഏരിയ, ഇപ്പൊ ഇന്ത്യൻ ആന്ധ്രാപ്രദേശിലൊക്കെ പോണ ഏരിയ ചെറിയൊരു ഏരിയയിലേ ഉള്ളൂ, വെരി ക്ലോസ് ഇന്ത്യ സിൽഗുരി കോറിഡോർ. ഓക്കെ, ചിക്കൻ സ്നെക്ക് കോറിഡോർ നമ്മൾ അതിനെ പറയാറ് കേട്ടോ. ഒരു നാരോ ഏരിയ ആണ് അത്. എങ്ങനെ അവിടെ എങ്ങനെ ചൈനയുടെ കൺട്രോൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ നോർത്ത് ഈസ്റ്റേൺ ഏരിയയിലേക്ക് പോകാനുള്ള ചെറിയൊരു വഴിയുള്ളൂ. ഇവിടെ ഭൂട്ടാൻ ഉണ്ട്, ഈ ഒരു ഏരിയന്ന് നമ്മളെ സിക്കിം. അപ്പൊ ഈ ഒരു ഏരിയന്റെ എങ്ങനെ ചൈന കൺട്രോൾ ചെയ്യാൻ അവിടെ ചൈന എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഇന്ത്യക്ക് അവിടെ കൺട്രോളും ബുദ്ധിമുട്ടാവും. അപ്പൊ അത് നമുക്ക് സ്ട്രാറ്റജിക്കലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരിക്കലും വിട്ടുകൊടുക്കാക്കുന്നത്. ഭൂട്ടാനായിട്ട് നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിന്റെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, സ്ട്രാറ്റജിക് ലൊക്കേഷൻ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അപ്പൊ ചൈനന്റെ പിന്നെ ഇന്ത്യക്ക് എന്താണ് വളരെ സ്ട്രാറ്റജിക് ആണ്, ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ചൈനനെ മിസൈൽസ് ഒക്കെ വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ. അപ്പൊ അത് നഷ്ടപ്പെടാന്നുള്ള നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യൂല. അപ്പൊ അതും ഒരു നമുക്ക് തമ്മിൽ ഇഷ്യൂ ഉണ്ടാവാനുള്ള ഒരു ഘടകമാണ്. നമ്മളോട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും, ചൈന കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇഷ്യൂ ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഏത്, ടിബറ്റ് ഫാക്ടർ കേട്ടോ. ടിബറ്റ് ബുദ്ധിസ്റ്റ് ഇമ്പോർട്ടൻസ് സെന്റർ ആണ് ടിബറ്റൻ ബുദ്ധിസം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ടിബറ്റ് ഇപ്പൊ ചൈനയുടെ കൺട്രോളാണ്. ഓക്കെ, ടിബറ്റിന്റെ പല ആളുകളും ഇന്ത്യയിൽ ദലൈലാം പോലെ തലകളൊക്കെ ഇന്ത്യയിലാണ് എന്ത് ചെയ്യുന്നത്, അവർ അഭയം പ്രാപിച്ച് നിൽക്കുന്നത്. അത് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ള അഭയം കൊടുത്തത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഐഡിയോളജിക്കൽ ആൻഡ് ചേഞ്ചിങ് ഗ്ലോബൽ ഡൈനാമിക്സ്. ഇപ്പം എന്താണ് ചില ഇന്ത്യയിലും ചൈനയിലുള്ള ചില ഐഡിയോളജി ഡിഫറൻസ്. ഇപ്പൊ നമ്മൾ ഡെമോക്രസിയും കാര്യങ്ങളൊക്കെ വളരുന്ന സമയത്തും ചൈനയിലുള്ള എന്താണ് വൺ പാർട്ടി റൂളും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഗ്ലോബലി ഡൈനാമിക്സ് മാറുന്നത്. അപ്പൊ ചൈന ഒന്നുകൂടി പൊതുവെ ഗ്ലോബൽ പവറിലോട്ട് ഉയർന്നു വരുന്ന രീതിയിലേക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനൊരു തടസ്സമായിട്ട് നമ്മൾ അയൽവാസി ഉണ്ടാവാൻ പാടില്ലല്ലോ, എക്കണോമിക്കലി ഒക്കെ കേട്ടോ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇന്ത്യന്റെ ഡെമോക്രാറ്റിക് ഐഡിയാസ്. മറ്റുള്ള രാജ്യങ്ങൾ ഇപ്പൊ ചൈന എക്കണോമിക്കലി പവർഫുൾ ആവുമെങ്കിൽ കൂടി ഡെമോക്രസിയിൽ ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങൾ വെച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഏറ്റവും ഡെമോക്രാറ്റിക് വാല്യൂസ് ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ്. പിന്നെ ഗ്രേ സോൺ വാർഫെയർ. ഓക്കെ, അതുപോലെ തന്നെ പീസ് ആൻഡ് വാറിനിടയിലുള്ള ഒരു ഏരിയനെ ഭരണ പേരാണ്. അൺകൺവെൻഷണൽ ടാക്ടിക്സും സ്ട്രാറ്റജി ഒക്കെ ഉപയോഗിക്കാറുണ്ട് അതിനു വേണ്ടി. അപ്പൊ ആ ഒരു ഇതായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇതിനെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഘടകങ്ങളാണ്, നോക്കി വെക്കുക. റീസെന്റ് ആയിട്ടുള്ള നമ്മൾ എപ്പോഴും ഇങ്ങനെ ചൈന ഇടക്കിടക്ക് നമ്മൾ വന്ന് ഇങ്ങനെ ചൊറിയുന്നത് അതുകൊണ്ടാണ്. നല്ല റിലേഷൻ നിൽക്കുമ്പോൾ ചൈന നന്നായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. പെട്ടെന്ന് നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടെ അവർ വന്നിട്ട് ഇവിടെ ഒരു ഇത് നടത്തണമെങ്കിൽ ഒരു സംഗതികൾ അതിന്റെ പിന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മറ്റുള്ള ചില ഘടകങ്ങൾ ഉണ്ട് നടത്തണം കേട്ടോ, അറിഞ്ഞിരിക്കാം. ഇന്ത്യ ചൈന റിലേഷൻ ജസ്റ്റ് അതിന്റെ കൺക്ലൂഷൻ ഉണ്ടെന്ന് വായിക്കാൻ ഞങ്ങൾ കേട്ടോ. കൺക്ലൂഷനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കൊരു ഫോർവേഡ് ആയിട്ട് ഇത് പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും ഇമ്പോർട്ടന്റ് ആണ്. എക്കണോമിക് ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പീസ്ഫുൾ ആയിരിക്കുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് കൺക്ലൂഷൻ വായിക്കുക. അപ്പൊ ഇന്ത്യ ചൈന റിലേഷൻ, ഇനി ഇത് കൂടാതെയുള്ള ഇന്ത്യ ചൈന റിലേഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എക്കണോമി, പൊളിറ്റി, അങ്ങനെ തുടങ്ങിയുള്ള ഓരോ കാര്യങ്ങൾ അതിന് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇതിൽ IR പറയുന്നതാണ്. ഇന്ത്യ ചൈന റിലേഷൻ എങ്ങനെയാണ്, ട്രേഡിന്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും കൾച്ചറലും റിലീജിയസും റിലേഷൻസ് ഒക്കെ നോക്കി വെക്കാം.
ഇന്ത്യ നൈബേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ ഇമ്പോർട്ടന്റ് ആണ്, മറ്റുള്ള ഇന്ത്യൻ രാജ്യങ്ങളുടെ റിലേഷൻസിൽ ഇമ്പോർട്ടന്റ് ആണ്, ഇന്ത്യന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആണ് ഈ ടോപ്പിക്. ക്ലിയർ ആണോ? പിന്നെ അടുത്ത് വരുന്നതാണ് ഇന്ത്യ മാലിദ്വീപ്സ്. ഇന്ത്യ മാലിദ്വീപ്സ് ഒരുപാട് ഇഷ്യൂസ് ചില സമയത്ത് വരാറുണ്ട്, കാണുന്നതാണ്. മാലിദ്വീപ്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അടുത്തുള്ള രാജ്യം തന്നെയാണ്, ഓഷ്യനിലാണെന്ന് മാത്രം, അല്ലെ? മാപ്പ് നോക്കി വെക്കുക, അവിടെയാണ് മാലിദ്വീപ്സ് ഉള്ളത്. നമ്മുടെ ഇത് കഴിഞ്ഞാൽ ഏതാ, നമുക്ക് ഒരുപാട് ദ്വീപുകൾ ഉണ്ടല്ലോ, ആ ദ്വീപ് കഴിഞ്ഞാൽ തൊട്ടടിയിൽ കാണുന്നതാണ്. അപ്പൊ അവിടെ നമ്മളെ ഏറ്റവും അടിയിലുള്ള ദ്വീപിന്റെ അടിയിലും അഥവാ മിനിക്കോയ്, പിന്നെ മാലിദ്വീപ്സിന്റെ ഇടയിലുള്ള ഒരു ചാനലിന്റെ പറയുന്ന പേരാണ് 8 ഡിഗ്രി ചാനൽ എന്ന് പറയും കേട്ടോ, അറിഞ്ഞിരിക്കാം, ലക്ഷദ്വീപിന്റെ. പിന്നെ അതുപോലെ തന്നെ ന്യൂസിലാൻഡ് പ്രസിഡന്റ് മാലിദ്വീപ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ബലാട്ടർ സ്റ്റേറ്റ് വിസിറ്റ് ഇന്ത്യയിലേക്ക് നടത്തിയിട്ടുണ്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ശേഷം ആദ്യമായിട്ട്. അപ്പൊ അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഈ വിസിറ്റ് ഇപ്പൊ ഒരു നല്ല റിലേഷൻ ഉണ്ടാവുക എന്ന് പറയും. ഇന്ത്യയിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഇന്ത്യക്ക് കൊടുക്കുന്ന പോലെയല്ല ഇന്ത്യയിലേക്ക് ഫസ്റ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ, അല്ലെ? പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, വിഷൻ ഫോർ കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് മാരിടൈം സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് ഒക്കെ നമ്മൾ ഒപ്പുവെച്ചിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെവലപ്മെന്റ് കോപ്പറേഷൻ, ട്രേഡ് എക്കണോമിക് കോപ്പറേഷൻ, ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഇനിഷ്യേറ്റീവ്സ്, ഹെൽത്ത് കോപ്പറേഷൻ, ഇങ്ങനത്തെ ഓരോ മേഖലയിലും എന്ത് ചെയ്യാണ്, കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ ഭാഗമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കറൻസി സ്വാപ്പ് അഗ്രിമെന്റ് ഉണ്ട്, മാലിദ്വീപ്സിന് എന്ത് ചെയ്യാണ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഒക്കെ ഇതാക്കാൻ വേണ്ടി, മാനേജ് ചെയ്യാൻ വേണ്ടി, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. സാർക്ക് കറൻസി സ്വാപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ സൈൻ ചെയ്താണ്. ഓക്കെ. പിന്നെ അതെന്ന് പറയുന്നത് സ്വപ്ന ടു കൺട്രീസ് അഗ്രി ടു എക്സ്ചേഞ്ച് ടു കറൻസീസ് അറ്റ് എ സെറ്റ് റേറ്റ്. ഓക്കെ. പിന്നെ റീ എക്സ്ചേഞ്ച് ചെയ്യും കറൻസീസ്. ഓക്കെ. ഫിക്സ്ഡ് റേറ്റ് എന്ത് ചെയ്യാം, നമ്മളത് തിരിച്ചു കൊടുക്കുന്നതാണ്, ആ രീതിയിൽ ഉള്ളതാണ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചില റൺവേ ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അറിഞ്ഞിരിക്കുക. ഇന്റർനാഷണൽ എയർപോർട്ട്, ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്ത്യന്റെ സപ്പോർട്ടോടെയാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ചില ഡെവലപ്മെന്റുകളാണ്. ഇന്ത്യ മാലിദ്വീപ്സ്, നമുക്ക് മാലിദ്വീപ്സ് ഭയങ്കര സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആണ്. ഇന്ത്യന്റെ അല്ലെ, ഇന്ത്യനെ മാലിദ്വീപ്സിൽ ഭയങ്കര കൺട്രോൾ ഉള്ള ഒരു രാജ്യത്തിന് ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് അപകടമാണ്. പക്ഷെ ഇന്ത്യക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മാലിദ്വീപ്സ്. ഒന്ന് ജിയോ പൊളിറ്റിക്കലി സിഗ്നിഫിക്കൻസ് മാലിദ്വീപ്സ് ഫോർ ഇന്ത്യ, ജിയോ പൊളിറ്റിക്കൽ ആണ്. ഇന്ത്യന്റെ നൈബർഹുഡ് ഫസ്റ്റ് പോളിസിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് സാഗർ പോളിസി, സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ എന്നുള്ള ആ രണ്ടിലും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് മാലിദ്വീപ്സ് ആണ്. ഈ രണ്ട് പോളിസി നോക്കി വെക്കണേ, നൈബർഹുഡ് ഫസ്റ്റ് പോളിസി, സാഗർ പോളിസി. അപ്പൊ ജിയോ പൊളിറ്റിക്കലി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രാറ്റജിക് ഭയങ്കര ലൊക്കേഷൻ ആണ് ആര് കിടക്കുന്നത്, മാലിദ്വീപ്സ് കിടക്കുന്നത്. അപ്പൊ അത് നമുക്ക് എന്താണ്, അവിടെ ഒരാൾക്ക് കൺട്രോൾ കിട്ടി കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് അപകടമാണ്. അപ്പൊ അത് ടോൾ ഗേറ്റ് ആണ് ബിറ്റ്വീൻ വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യൻ ചെക്ക് പോയിന്റ് സൈഡ്, അല്ലെ? അറിഞ്ഞിരിക്കുക, ഈസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യൻ ചെക്ക് പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഷിപ്പിംഗ് ലൈനിന്റെ അടുത്താണല്ലോ ഇന്ത്യൻ ഓഷ്യനിൽ. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ സ്ട്രാറ്റജിക്കലി നമ്മൾ എക്കണോമിക്കിനും വേണ്ടിയൊക്കെ അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ജിയോ എക്കണോമിക്സ് ആണ്. പിന്നെ മാലിദ്വീപ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, കൊമേഴ്ഷ്യൽ സീ ലൈൻ കമ്മ്യൂണിക്കേഷന്റെ അവിടെ ഉള്ളത്, അല്ലെ? 50% ഇന്ത്യൻ ട്രഡീഷണൽ ട്രേഡും 80% ഓഫ് ഇന്ത്യൻ എനർജി ഇമ്പോർട്ടൻസ് ഒക്കെ വരുന്ന ഈ ഏരിയയിലൂടെയാണ്. അപ്പൊ അവിടെ ആ വരുന്ന രാജ്യങ്ങളിൽ നല്ല റിലേഷൻ നമ്മൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? അല്ലെങ്കിൽ അത് നമ്മളെ എന്താണ്, ഓരോ കാര്യത്തിലെയും അത് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ബാധിക്കും. പിന്നെ സെക്യൂരിറ്റി ആണ് മറ്റൊരു ഇമ്പോർട്ടന്റ്. മാലിദ്വീപ്സ് റിലേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ചൈനന്റെ സ്ട്രിംഗ് ഓഫ് പേൾസിൽ വരുന്ന ഒരു ഘടക ആരാണ്, ഒരു ഘടകമാണ് ഈ മാലിദ്വീപ്സ്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യന്റെ സെക്യൂരിറ്റിക്ക് അത് അപകടമാണ്. നല്ല റിലേഷൻ അവിടെ ഇല്ലെങ്കിൽ അവരെ ചൈനക്ക് സ്ഥലം കൊടുക്കും. പിന്നെ കൗണ്ടർ ടെററിസം, പൈറസിക്കൊക്കെ എന്ത് ചെയ്യാണ്, കൗണ്ടർ ടെററിസം നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രാജ്യമാണ്. കൂടാതെ പൈറസി ഇന്ത്യൻ ഓഷ്യനിലുള്ള അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഇവര്. ഓക്കെ. അപ്പൊ അതിനും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അവിടെ ഇന്ത്യയിലുള്ള ഒരുപാട് ഡയസ്പോറ, അതുപോലെ തന്നെ ടൂറിസം, അല്ലെ? ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷനിൽ, ടൂറിസത്തിലൊക്കെ എന്താണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇന്ത്യന്റെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാണ്, ഇന്ത്യൻ ഒറിജിൻ ആളുകൾ താമസിക്കുന്ന ഒരു ജനം കൂടിയാണ് മാലിദ്വീപ്സ്. ആ രീതിയിലൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ആര്, ഇന്ത്യക്ക് മാലിദ്വീപ്സ് എന്ന് പറയുന്നത്. ഇത് കട്ടായി കഴിഞ്ഞാൽ റീജോയിൻ ചെയ്യണേ. പക്ഷെ ചലഞ്ച് എന്താ, നമ്മളവിടെ നേരിടുന്ന ചലഞ്ച് എന്ന് പറയുന്ന ഒന്നെന്താണ്, ചൈനന്റെ സ്ട്രാറ്റജിക് ഫുട് പ്രിന്റ് ആണ്. ചൈനന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, മാലിദ്വീപ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രിംഗ് ഓഫ് പേൾസിന്റെ ഭാഗമായിട്ടും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാലിദ്വീൻ ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിന്റെ ഭാഗമായിട്ട് ചൈനന്റെ അവിടെ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സിംബാളെ ബ്രിഡ്ജ് ഒക്കെ ഉണ്ടാക്കിയ ചൈനയാണ്, മീൻസ് മിലിറ്ററി അസിസ്റ്റിന്റെ ഭാഗമായിട്ട്. അപ്പൊ അവിടെ ഈ ചൈനയുടെ ഇമ്പോർട്ടൻസ് കൂടുമ്പോൾ, ഇൻഫ്ലുവൻസ് കൂടുമ്പോൾ അത് ഇന്ത്യക്ക് അപകടമാണ് സ്വാഭാവികമായിട്ട്. പിന്നെ റാഡിക്കലൈസേഷൻ നടക്കുന്നുണ്ട്. റാഡിക്കൽ ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റിക് ഒരു വളർച്ച അവിടെ കാണാൻ പറ്റും. സ്വാഭാവികമായിട്ട് അവർ പാകിസ്ഥാനോ കൂടുതൽ എടുക്കും, ഇന്ത്യക്ക് അപകടമാണ്. പിന്നെ ആന്റി ഇന്ത്യ സെന്റിമെന്റ് അവിടെ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കെതിരായിട്ട് പല കാര്യങ്ങളും, ഇന്ത്യ ഒരുപാട് ഇടപെടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട് അവിടെ പലപ്പോഴും അവർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ.
അതും അപകടമാണ്. പിന്നെ അതുപോലെ തന്നെ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ആൻഡ് മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പിന്നെ ഇന്ത്യയായിട്ട് ഒരുപാട് ഇഷ്യൂ ഇതൊക്കെ അഗ്രിമെന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. റൈസിംഗ് ഓഫ് ഒബ്ജെക്ഷൻ ബൈ ലോക്കൽ മാലദ്വീപ്സ് മീഡിയസ് ഒക്കെ എന്താണ് ഇന്ത്യയും മുമ്പുണ്ടായിരുന്ന പല സമയത്തും ഉണ്ടായിരുന്ന അഗ്രിമെന്റിനെതിരൊക്കെ ആയിട്ട് അത് അവർക്ക് അപകടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില മീഡിയാസ് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ചൈന ഫണ്ട് ചെയ്യുന്ന ഒരു മീഡിയ ആണെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ ചെയ്യും അല്ലെ, എക്സാമ്പിൾ വരാം. അങ്ങനത്തെ ചില ഇഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നടക്കുന്നുണ്ട്. ഇന്ത്യ ഗ്രാനൈറ്റിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്ന വിഷയങ്ങൾ ഹാർബർ പ്രോജക്റ്റിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗോ ബാക്ക് ഇന്ത്യ അതൊക്കെ അവിടെ ബന്ധിക്കുന്നുണ്ടോ ചില ഇതൊക്കെ ഇഷ്യൂസ് റൈസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുക? ഒന്ന് കോപ്പറേഷൻ പ്രോജക്റ്റുകളൊക്കെ എന്ത് ചെയ്യും കൂടുതലായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്യുക, ടൈമിലി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. പലപ്പോഴും നമ്മൾ പല പ്രോജക്റ്റുകളും പലയിടത്തും ഏറ്റു പോരും, പക്ഷെ നമ്മൾ ടൈമിലി നമ്മൾ കംപ്ലീറ്റ് ചെയ്യില്ല. അപ്പൊ അവർ ഒഴിവാക്കി വേറെ ആയതിനൊക്കെ ഏറ്റെടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഗ്രേറ്റ് മാലി കണക്ടിവിറ്റി പ്രോജക്റ്റ് ഒക്കെ എക്സാം ആണ്. പിന്നെ ഫിനാൻഷ്യലി നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുക, സെക്യൂരിറ്റി കോപ്പറേറ്റ് ചെയ്യുക അവരായിട്ട്. പിന്നെ സോഫ്റ്റ് ഡിപ്ലോമസി എടുക്കുക. ഇങ്ങനെ ഇന്ത്യൻ ഒറിജിനൽ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഇന്ത്യ അവരൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പോലെ തന്നെ ഗുജറാത്ത് ഡോക്ട്രിൻ ഉണ്ട്. ഓക്കെ, ഗുജറാത്ത് ഡോക്ട്രിൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫോറിൻ റിലേഷൻസിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ആയിട്ട് ഇന്ത്യ നടത്തേണ്ട റിലേഷനിലുള്ള ചില അന്നത്തെ പ്രധാനമന്ത്രി ഗുജറാത്ത് മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളാണ് ഗുജറാത്ത് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കണേ. ഗുജറാത്ത് ഡോക്ട്രിൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പരീക്ഷയ്ക്ക് വരുമ്പോൾ ഗുജറാത്ത് ഡോക്ട്രിൻ ഒക്കെ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് മെൻഷൻ ചെയ്ത് പോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടെന്നുള്ള ഒരു ധാരണ ഉണ്ടെന്നുള്ള ഐഡിയ കിട്ടും. ഇതാണ് ഇന്ത്യ മാലദ്വീപ്സ് റിലേഷനിൽ അറിയേണ്ട കാര്യം. ക്ലിയർ ആണല്ലോ? ഇന്ത്യ മാലദ്വീപ്സ് അത്രേ ഉള്ളൂ. നമുക്ക് ഇനി ഇന്ത്യ കാനഡ റിലേഷനിലേക്കാണ് പോകാനുള്ളത്. ഇന്ത്യ കാനഡ റിലേഷൻ കൂടി നമുക്ക് നോക്കണം കേട്ടോ. ഇന്ത്യ കാനഡ ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന സമയമാണ് ഇപ്പൊ റിലേഷനിൽ. അതും കൂടി നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് കട്ടാവും, റീജോയിൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യ മാലദ്വീപ്സ് റിലേഷനിലേക്ക്, ഇന്ത്യ കാനഡ റിലേഷനിലേക്ക് പോവാം. ഇന്ത്യ കാനഡ റിലേഷൻ കൂടി നമ്മളൊന്ന് പറയുള്ളൂ കേട്ടോ. നമ്മൾ വേഗം റീജോയിൻ